എങ്ങോട്ടാണ് നിന്റെ പോക്ക്? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മണി പാടിയാലും നല്ല അർത്ഥമുണ്ട്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ശരിയല്ലേ, മണിയുടെ മൃതശരീരം കൊണ്ടുപോകുമ്പോ ഈ പാട്ടിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അർത്ഥം വെച്ച് നോക്കുമ്പോ എന്താ സംഭവം? എങ്ങോട്ടാണ് യാത്ര? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ എന്ന് പാടാനേ പറ്റുള്ളൂ. നമ്മുടെ മയ്യത്ത് പാപ്പാങ്കുളങ്ങര പള്ളിയുടെ ഖബറിസ്ഥാനിൽ കൊണ്ട് ഇറക്കി വെക്കുമ്പോ നീ തനിച്ചല്ലേ, പേടിയാവൂലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ എന്ന് പാടിയ വ്യക്തിയോ പാട്ട് എഴുതിയ വ്യക്തിയോ പോകുമോ കൂട്ടിന്? ഇവിടെ ഒരു കൂട്ടുകാരനെ കണ്ടെത്തണം. അതാണ് എന്റെ ചർച്ച. ദുനിയാവിൽ നമുക്കൊരുപാട് കൂട്ടുകാരുണ്ടാകും, സഹപ്രവർത്തകരുണ്ടാകും. രോഗിയായാൽ നിന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ആളുകളുണ്ടാകും, രോഗിയായാൽ കൂടെ നിൽക്കാൻ ആളുകളുണ്ടാകും, കടക്കാരനാണെങ്കിൽ സഹായിക്കാൻ ആളുകളുണ്ടാകും, വീടില്ലെങ്കിൽ വീട് വെച്ച് തരാൻ ആളുകളുണ്ടാകും. നുസ്രത്തുൽ മസാക്കീൻകാർ 14 പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പിയവരാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഇനിയും അതുപോലെ പെണ്ണുങ്ങളുണ്ടോ? ഈ നാട്ടുകാരുടെ സഹായ ഹസ്തങ്ങളാൽ അള്ളാന്റെ കൃപ കൊണ്ട് വീണ്ടും അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ, അവരെ സഹായിക്കാനും ഈ സമുദായം തയ്യാറാണ്. പക്ഷേ നമ്മുടെ റൂഹ് വേർപെട്ടു പോയാൽ, നമ്മുടെ കണ്ണടഞ്ഞു പോയാൽ, ചേതനയറ്റ ശരീരമായാൽ, നമ്മുടെ മയ്യത്ത് ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കൊണ്ടുവച്ചാൽ എല്ലാവരും നമ്മുടെ മീതെ മണ്ണ് വാരിയിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അവസാനമായ ഒരു സലാം ചൊല്ലിയിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ ആ ഖബറിനോടൊപ്പം, ആ മയ്യത്തിനോടൊപ്പം, ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തിൽ 6 അടി മണ്ണിന്റെ ആ ഖബറിന്റെ ഉള്ളിൽ അവളെ എത്ര സ്നേഹിച്ചവനാകട്ടെ, അവനെ എത്ര സ്നേഹിച്ചവളാകട്ടെ, ഒരാള് പോലും ഞാനും നിന്നോടൊപ്പം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഖബറിലേക്ക് പോകാൻ കൂട്ടുകാരനായി ആരും തയ്യാറാവൂല. തയ്യാറാവോ? ആവോ? പിന്നെ എന്തിനാപ്പ ഇവരെയൊക്കെ കൂട്ടുകാരാക്കുന്നത്? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നമ്മളെ ഒരു സഹായിക്കാൻ, നമ്മളെ ഒരു പ്രശ്നത്തിൽ നമ്മളെ ബുദ്ധിമുട്ടി കിടക്കുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ള ഒരു കെൽപ്പുള്ള ഒരാളെ അല്ലേ നമ്മൾ കൂട്ടുകാരനാക്കേണ്ടത്? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ? എല്ലാരും വരും, കൂടെ വരും. ഖബറിനകത്ത് ഒറ്റൊരുത്തനും വരൂല. ഭർത്താവ് മരിക്കുമ്പോ തന്റെ ഭാര്യയുടെ കരച്ചില്, വല്ലാത്ത കരച്ചില്, പൊട്ടിക്കരയല്, നെഞ്ചത്തടിക്കല്, മുഖത്തിട്ടടിക്കല്, തലക്കടിക്കല്, വസ്ത്രം പോലും വലിച്ചു കീറിയിട്ടാണ് പൊട്ടിക്കരയുന്നത്. എങ്കിൽ ആ മയ്യത്തിനോടൊപ്പം പൊന്നുപെങ്ങളെ, ഞാനും എന്റെ ഇക്കയോടൊപ്പം എന്റെ മയ്യത്തും കൂടെ ആ ഖബറിൽ അടക്കണേ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? ചുമ്മാ ആലങ്കാരിക ഭാഷയിൽ പറയും, ഇക്ക മരിച്ച ഞാനും വരും കൂടെ. വരും. പണ്ടൊക്കെ ആയിരുന്നേ ഓക്കെ. ഇപ്പം സ്റ്റെപ്പിനായിട്ട് 2, 3, 4 ഉള്ള ആളെന്ന് ആദ്യം അടിച്ചു പോകാൻ വേണ്ടി ദ്വാരക്കാണ്. അടിച്ചു പോയാൽ അടുത്ത ആളിനെ പിടിക്കാമല്ലോ. അയാൾക്ക് ധരിക്കുന്ന അങ്ങനെയാണ്. കാരണം ഇപ്പോഴത്തെ ഒളിച്ചോട്ടം 3, 4 മക്കളുള്ളവരാ ഒളിച്ചോടുന്നത്. ഈ കിളവിയാ ഓടുന്നത്. എങ്ങനെ ഓടാഫിയത്ത് കിട്ടുന്നുള്ളതാണ്. ഇത് ഓടാൻ എങ്ങനെ ആഫിയത്തിട്ട് 4 മക്കൾ 3 മക്കൾ അല്ലേ? നിങ്ങൾക്കറിയാലോ, ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇത് ഞങ്ങളെ പോലൊരു പ്രസംഗിച്ചാൽ മാത്രമാണ് ഈ കുറ്റം. നാട്ടുകാരെന്ത് കാണിച്ചാലും കുറ്റമില്ല, മുസ്ലിംകാർ പ്രസംഗിച്ചാലേ കുഴപ്പം. ഇത് പറയണ്ട, ഇവരൊക്കെ ഉത്ബോധിപ്പിക്കേണ്ട ബാധ്യത നമ്മുടെ ബാധ്യതയാണ്. അല്ല, നമ്മൾ നല്ലവരായത് കൊണ്ടല്ല, ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ഈ ഓടുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളത്, ഇത് ഓടുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ്. ഇന്ന് ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ കണ്ട്, പള്ളിയിൽ വന്ന് എന്നെ കണ്ട്. ഞാൻ പറഞ്ഞു, എന്താ മോനെ, ഉസ്താദുമായിട്ട് വ്യക്തിപരമായിട്ടിരുന്ന് എനിക്ക് കുറച്ച് സമയം. ഞാൻ പറഞ്ഞു, അതിനുള്ള സമയമില്ല, എൻ്റെ നമ്പർ എഴുതിക്കോ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ നീ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വിളിച്ചു. 3 മണിക്ക് ശേഷം 1/4 മണിക്കൂറോളം സംസാരിച്ചു. എന്താ സംഭവം? 3 വർഷമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആ പെണ്ണിനെ വേറെ അടുത്ത് ഇപ്പം അടിച്ചു മാറ്റാനുള്ള പണിയാണ്. ഉസ്താദ് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാനിതിൽ എന്ത് സഹായം ചെയ്യാനത്? എനിക്ക് ഉറക്കമില്ല ഉസ്താദെ, കരഞ്ഞ് കണ്ണുനീര് തീർന്ന് എനിക്ക് ഉറക്കമില്ല. ഞാൻ തഹജ്ജുദിന് 3 മണിക്ക് ഒരു പെണ്ണ് പോകാൻ പോയപ്പോൾ തഹജ്ജുദ് നിസ്കാരം തുടങ്ങി. എന്തായാലും പെരുന്നാൾ നേരത്തെ നിസ്കരിക്കാൻ നന്നായി. ഒരു പെണ്ണ് പോകാൻ പോയപ്പോൾ തഹജ്ജുദ് എന്ന് പറഞ്ഞ വാക്കാ. ഞാൻ ഇന്നിങ്ങനെ ചിരിക്കുകയാണ്. ഞാൻ എന്താ ഇതിന് പരിഹാരം കാണാൻ? ഞാൻ എന്ത് പരിഹാരം കാണണം? 3 വർഷമായി
അപ്പൊ ഇത് നഷ്ടപ്പെടുന്നതുകൊണ്ട് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ, ഭയങ്കര പ്രശ്നം, ഉറക്കം വരുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഒന്നും നല്ല ഒരു ചെറുപ്പക്കാരൻ ഉസ്താദിനോട് ഒന്ന് സംസാരിക്കാൻ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ വാപ്പക്കറിയില്ല, ഉമ്മാക്ക് മാത്രമേ അറിയുള്ളൂ, ഉസ്താദ് ഒന്ന് കാര്യമായിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന്. എന്താ ഹബീബെ, ഈ പ്രേമിക്കാൻ വേണ്ടി ഒപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണോ നമ്മുടെ പരിപാടി? കല്യാണം ഒപ്പിച്ചു കൊടുക്കൽ നമ്മുടെ പരിപാടിയാണ്. രണ്ടുപേരുടെ കല്യാണം കഴിച്ച് സൗഭജിത്തുക്ക വാൻകാത്തുക്ക ബിന്ദി സഫീറ ബിമഹരിൻ കൈതാ വക്കീത എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഈ പ്രേമിച്ച് അവള് മറ്റൊരാളുമായിട്ട് താലിലേക്ക് വെക്കുമ്പോ അവരെയും കൂടി യോജിപ്പിക്കുന്ന സിസ്റ്റം കൂടെ നമ്മൾ ഏറ്റെടുക്കാൻ നിന്നാല് അവസ്ഥ എങ്ങനെയാണ്? മൈക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? അതുകൊണ്ട് അവസ്ഥ അങ്ങനെയാണ്, കാലങ്ങൾ അങ്ങനെയാണ്, പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ സ്നേഹിക്കുന്ന ഈ സ്നേഹിതകളും അല്ലെങ്കിൽ ഈ ലവ് ബേർഡ് അല്ലെങ്കിൽ ഈ കാമുകന്മാർ മരണപ്പെട്ട് കബറിലേക്ക് കിടക്കുമ്പോ അൽഹംദുലില്ലാഹ് ഞാനും നിന്റെ കൂടെ വരട്ടെ, എന്നെ സ്നേഹിച്ചവനല്ലേ, സ്നേഹിച്ചവളല്ലേ. എത്രത്തോളം വലിയ സ്നേഹമായിരുന്നു, എന്ത് സ്നേഹമായിരുന്നു. പക്ഷെ കബറിലേക്ക് കൊണ്ടുവച്ചു ആര് വരും? ഇല്ല, ഹബീബെ, തീർന്നു. എത്ര വലിയ പ്രിയതമയാകട്ടെ, എത്ര വലിയ ഭർത്താവാകട്ടെ, എന്ത് നന്മകൾ നമുക്ക് ചെയ്തു തരട്ടെ, മരണപ്പെട്ടു പോയാൽ, കണ്ണടഞ്ഞു പോയാൽ, ആരുടെ മണ്ണിലേക്ക് മയ്യത്ത് കൊണ്ടുവച്ചാൽ പിന്നെ ആര് നമ്മളോടൊപ്പം ആ കൂട്ടിന് അവിടെ വരികയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടുകാരനെ കണ്ടെത്തുമ്പോ 6 അടി മണ്ണ് മുതൽ മഹ്ശർ വരെ, സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കുന്നത് വരെ, മീസാനിൽ നമ്മളെ തൂക്കപ്പെടുമ്പോ, നന്മ തിന്മകളുടെ തൂക്തിലാസിൽ നമ്മുടെ ഗ്രന്ഥം വെക്കപ്പെടുമ്പോ, അവിടെ നന്മയ്ക്ക് കൂട്ടുകാരനായി നിൽക്കുന്നവരാരാണോ, അവസാന സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണോ, ഏത് സുഹൃത്താണോ, കൂട്ടുകാരനാണോ, അതുവരേക്കും നമ്മെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനെ മരണപ്പെടുന്നതിന് മുമ്പ് കണ്ടെത്തണേ. അബൂബക്കറിനോടും വസിയത്ത് ചെയ്യുന്നു, എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. ബാക്കി എല്ലാവരും നമ്മുടെ മരണത്തോടെ നമ്മളിൽ നിന്ന് അകന്നു പോകും കേട്ടോ. ചിന്തിക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ബാല് കേൾക്കണ്ട, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മളൊക്കെ എത്രത്തോളം സ്നേഹിച്ചാലും അവരൊക്കെ നമ്മൾ ഒരു ദിവസം പോകേണ്ടി വരും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുകയാ, യാ മുഹമ്മദേ ഇസ്മാ ശഅത ഫഇന്നക മയ്യിതുൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിക്കുകയാ, യാ മുഹമ്മദ് പ്രവാചകരെ, ഇസ്മാ ശഅത, നബിയേ, അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഫഇന്നക മയ്യിതുൻ, നിങ്ങൾ മരിച്ചു പോകും കേട്ടോ. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ആരും ചോദിക്കൂല. ഇപ്പൊ നമ്മൾ MDMA കച്ചവടം ചെയ്താലും, കഞ്ചാവ് കച്ചവടം ചെയ്താലും, വെള്ളം അടിച്ചാലും, വിചരിക്കാൻ പോയാലും, നമ്മൾ എങ്ങോട്ടൊക്കെ ഒളിച്ചോടിപ്പോയാലും ആരും ചോദിക്കാനില്ല. കുറെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കളിക്കും, അതങ്ങോട്ട് മാറിയും പിന്നെ നമ്മുടെ അടുത്ത പണിയിലേക്ക് നമ്മൾ കിടക്കും. പക്ഷെ ആരും ചോദിക്കാനില്ല. ആര് ചോദിക്കാൻ? അതുകൊണ്ടാണ് നബി തങ്ങളോട് ഇത് പറഞ്ഞത്, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണേ, ഇഷ്ടമുള്ളതുപോലെ അങ്ങേക്ക് ജീവിക്കാം. പക്ഷേ ഓർക്കണേ, ഫഇന്നക മയ്യിതുൻ, ഒരിക്കൽ നിങ്ങൾ മരണപ്പെട്ടു പോകും കേട്ടോ. ഒരു വലിയ പോയിന്റാണ്. ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ജീവിച്ചോ, പക്ഷെ മരിക്കൂല എന്ന് ഉറപ്പുള്ളവർ കൈപൊക്ക്. ഒരു നിരീശ്വരവാദിക്കും മറുപടിയില്ല, ഇതിന് മറുപടിയില്ല. ഒരു യുക്തിവാദിക്കും മറുപടിയില്ല. ഞാൻ മരിക്കൂല എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അല്ലാഹ് എന്ന് പറയാം, ആഖിറമില്ല എന്ന് പറയാം, പരലോകമില്ല എന്ന് പറയാം. ഇസ്ലാമിനെ അവഹേളിക്കാൻ പ്രശ്നമില്ല, പക്ഷേ ഞാൻ മരിക്കുകയില്ല, ഞാനിവിടെ 500 വർഷം ജീവിക്കുമെന്ന് ഒരു യുക്തിവാദിക്ക് പോലും, ഒരു നിരീശ്വര നിർമ്മിതവാദിക്ക് പോലും, ഒരു അഹങ്കാരിക്കോ ഒരു തെമ്മാടിക്കോ പോലും പറയാൻ കഴിയില്ല. ഒരിക്കലും അവനെ കൊണ്ടത് പറയാൻ അല്ലാഹു അനുവദിക്കുകയുമില്ല. മരിക്കും.
അതാണ് ജിബ്രീൽ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞത്, അങ്ങ് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, നിങ്ങൾ മരിക്കും കേട്ടോ. മരിക്കൂന്ന് നമ്മൾ കേട്ട് പറയുമ്പോ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ നമുക്ക് തോന്നൂല. നമ്മൾ മരിക്കൂന്ന് കേട്ടാൽ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തോന്നൂല. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വഹബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു. ഇഷ്ടമുള്ള കൂട്ടുകാരനുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ നബിയേ, ഫഇന്നക മുഫാരിഖുഹു, ഒരിക്കൽ അവനെ വിട്ടുപിരിയേണ്ടി വരും പ്രവാചകരെ. ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ ഹബീബേ? ഒരിക്കൽ വിട്ടുപിരിയേണ്ടി വരൂലേ? ആരുമായിട്ടും ചങ്ങാത്തം സ്ഥാപിക്കാം. എത്ര വലിയ ചങ്ങാതിയായാലും ഒരിക്കലും അവരെ വിട്ടുപിരിയാതിരിക്കാൻ പറ്റൂല. പറ്റുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളുമായി വലിയ ബന്ധമാണ്, അഭേദ്യമായ ബന്ധമാണ്. ബാല്യകാല സുഹൃത്തുക്കളാണ്, ബാല്യകാല സുഹൃത്തുക്കളാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എങ്ങോട്ട് പോയാലും ആദരവായ റസൂലുള്ളാഹി തങ്ങളും കൂടെ പോകുമായിരുന്നു. ചിലപ്പോൾ മക്കയിലെ കളി കാണാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖും നബിയുനാ റസൂലുള്ളാഹി തങ്ങളും മക്കയിലെ കളിക്കളത്തിലേക്ക് പോകുമ്പോ അവിടെ ഇരുന്ന് രണ്ടുപേര് കളി കാണുമ്പോ അല്ലാഹു തആല ബാല്യത്തിലെ നബി തങ്ങളെ ഉറക്കിക്കളഞ്ഞു. കളി കാണാൻ പോയതാ, പക്ഷെ നബി തങ്ങളെ ഉറക്കി. അബൂബക്കർ സിദ്ദീഖ് തന്നെ കളി കണ്ടു. കാരണം നബി തങ്ങളെ ഏതോ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹ് വളർത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ചെറിയ ഒരു കളി ചിരിയിൽ പോലും ഒരു രസത്തിൽ പോലും കഴിയാൻ പാടില്ല. അതുകൊണ്ട് അവിടെ വിനോദത്തിൽ കാണാൻ പോയി, പക്ഷേ ചെറുപ്പത്തിൽ അള്ളാഹു തആല ഉറക്കിക്കളഞ്ഞു, കളി കണ്ടില്ല. ഭയങ്കര ബന്ധമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും. വലിയ ബന്ധമാണ്, വലിയ ബന്ധമാണ്. അതുകൊണ്ടാണ് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ആരാണോ സാലിഹായ അമൽ ചെയ്യുന്നത് അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ മാന്യമായ വിഭവങ്ങളാണുള്ളത്. അവർക്ക് അവിടെ വാസസ്ഥലം, താമസസ്ഥലം, വിഭവ സമൃദ്ധമായ ഭക്ഷണം ജന്നത്തുൽ ഫിർദൗസിൽ. നമ്മൾ ദുആ ചെയ്യാറില്ലേ, അല്ലാഹ് ഞങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് നീ നൽകണേ പടച്ചവനെ. നമ്മുടെ ഓരോ ദുആയിലും അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ നീ സ്വർഗ്ഗത്തിന്റെ അഹലുകാരാക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിൽ ഉത്തമമായ ജന്നത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യുമെങ്കിൽ ലോകത്തുള്ള സത്യവിശ്വാസികളെ, സ്വർഗ്ഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഓർക്കണേ, ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ഈ ദുനിയാവിൽ ഒരേ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് കമാ ഖാല റസൂലുള്ളാഹി. നമ്മളൊക്കെ ജന്നത്തുൽ ഫിർദൗസിന് വേണ്ടി ചോദിക്കുന്നു, എന്നാൽ ജന്നത്തുൽ ഫിർദൗസ് ഒരാളെ ചോദിക്കുന്നു. പലരും ചിന്തിച്ചിട്ടുണ്ടോ? അതാരായിരിക്കും? കരുനാപ്പള്ളിക്കാരോ പാപ്പാക്കുളങ്ങരക്കാരോ പത്തനാപുരത്തുകാരോ എല്ലാം ആണോ? രക്ഷപ്പെട്ടില്ലേ? ഒറ്റ ഒരാളെ, ഒരേ ഒരാളെ ജന്നത്തുൽ ഫിർദൗസ് ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് ആ വ്യക്തിയെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്, ഈ സ്വർഗ്ഗത്തിൽ കൊണ്ടുവരണേ അല്ലാഹ്. ജന്നത്തുൽ ഫിർദൗസിൽ വിളിക്കുകയാണ്, ജന്നത്തുൽ ഫിർദൗസ് ആഗ്രഹിക്കുകയാണ്, ജന്നത്തുൽ ഫിർദൗസ് ഇഷ്ടപ്പെടുകയാ. പടച്ച റബ്ബേ ആ വ്യക്തിയെ നീ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ലോകത്ത് ആരായിരിക്കും? ലോകത്ത് ഒരാളെ ജന്നത്തുൽ, ഒറ്റ ഒരാൾക്കുള്ള ചാൻസ്, ഒറ്റ ഒരാളെ ജന്നത്തുൽ ഫിർദൗസ് സ്നേഹിക്കുന്നു. അങ്ങോട്ട് വിളിക്കാൻ എനിക്കിതാ എനിക്കിതാന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ അങ്ങോട്ട് ചോദിക്കുക, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി. ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നു, സ്വർഗം ചോദിക്കുന്നു, കിട്ടിയാ കിട്ടി. അല്ലാഹു നമുക്ക് തരട്ടെ. നമുക്ക് ദുആ ചെയ്യാം, പ്രവർത്തിക്കാം. എന്നാൽ ജന്നത്തുൽ ഫിർദൗസ് ഒരാളെ ആഗ്രഹിക്കുന്നു. ആരാണ് ആ വ്യക്തി? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ജന്നത്തുൽ ഫിർദൗസ് ആഗ്രഹിക്കുന്നു. ഇങ്ങോട്ട് പോരെ, എനിക്ക് താ, ഞങ്ങൾക്ക് താ, ഞങ്ങൾക്ക് താ, ഞങ്ങൾക്ക് താ, വേറെ ആരെയല്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര വലിയ, എന്ത് ജോലി എടുത്തിട്ടത്, എന്ത് പണിയെടുത്തിട്ടത്?
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള ബാല്യകാല സുഹൃത്ത് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സന്തത സഹചാരിയായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഹബീബായ തങ്ങളുടെ വിശ്വസ്തനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടേ രണ്ട് അമൽ ചെയ്തതിന്റെ പേരിൽ സ്വർഗം അബൂബക്കറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം സാഹിബായി കൂട്ടുകാരനായി ചേർന്ന് ഹിജ്റയ്ക്ക് വേണ്ടി യാത്ര പോയില്ലേ? കൂട്ടത്തില് എവിടെയാണോ അള്ളാന്റെ തീരുമാനപ്രകാരം ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കാൻ, ഒരു ഗുഹയിൽ താമസിക്കാൻ അള്ളാന്റെ തീരുമാനപ്രകാരം ആ ഗുഹയിലിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ മടിയിലേക്ക് കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് കാണുകയാ, സുബ്ഹാനല്ലാഹ്, ആ മലയുടെ ഉള്ളിൽ നിന്ന് ഒരു പാമ്പ് ദ്വാരത്തിലൂടെ ഇറങ്ങി വരികയാണ്. വിഷം ചീറ്റുന്ന സർപ്പമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെല്ല് ഭയമെല്ലാം മാറ്റിവെച്ചിട്ട് അവിടുത്തെ മുബാറക്കായ കാലുകൊണ്ട് തടഞ്ഞു വെക്കുകയാ. പല പ്രാവശ്യം ആഞ്ഞാഞ്ഞ് കൊത്തുമ്പോ വേദന സഹിക്കവയ്യാതെ കടിച്ചമർത്തുകയാണ്, പിടിച്ചു നിർത്തുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ കണ്ണീരനൊന്നു തുപ്പിക്കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ഈ അവസാന കാലം വരെയും എനിക്ക് ചെങ്കണ്ണ് ബാധിച്ചിട്ടില്ല.